അബ്രഹാം മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സ് പഠന പ്രക്രിയയിലും വ്യക്തിവികാസത്തിലും വളരെ പ്രാധാന്യമുള്ള ഈ ശ്രേണിയിൽ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളെ 5 ഘട്ടങ്ങളായി ഒരു പിരമിഡ് രൂപത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ആവശ്യങ്ങളുടെ മുൻഗണനയ്ക്കനുസരിച്ച്, അതായത് താഴ്ന്ന തലത്തിലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിനനുസരിച്ച് മനുഷ്യൻ ഉയർന്ന തലത്തിലുള്ള ആവശ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്ന മനഃശാസ്ത്രപരമായ മുൻഗണനാക്രമത്തിലാണ് മാസ്ലോ ഈ ശ്രേണി ഒരുക്കിയിരിക്കുന്നത്. ഈ പിരമിഡിൽ താഴെ നിന്നും മുകളിലേക്ക് എന്ന രീതിയിൽ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഫൗണ്ടേഷൻ. അതിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫുഡ്, വാട്ടർ, സ്ലീപ്പ് ആൻഡ് ഷെൽട്ടർ. ശാരീരിക ആവശ്യങ്ങൾ ആഹാരം, വായു, വെള്ളം, ഉറക്കം എന്നിവ പ്രധാനമാണ്. അതായത് സ്കൂളിലാണെങ്കിൽ വിശന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും പാഠഭാഗങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കുട്ടിയുടെ ഉച്ചഭക്ഷണം ഉറപ്പാക്കണം. അടുത്ത ഘട്ടം സേഫ്റ്റി നീഡ്സ്. സെക്യൂരിറ്റി ഓഫ് ബോഡി, എംപ്ലോയ്മെൻറ്റ്, റിസോഴ്സസ് ആൻഡ് ഹെൽത്ത്. സുരക്ഷിതത്വ ആവശ്യങ്ങൾ. ശാരീരികവും മാനസികവുമായ സുരക്ഷിതത്വം, അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, സാമ്പത്തിക ഭദ്രത, വീട് എന്നിവ ഇതിൽ വരുന്നു. വിദ്യാലയങ്ങളിൽ കുട്ടിക്ക് സുരക്ഷിത ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നന്നായി പഠിക്കാൻ കഴിയൂ. അതായത് സ്കൂളിൽ റാഗിങ്ങോ കളിയാക്കലുകളോ ഇല്ലാത്ത സാഹചര്യം, തനിയുടെ സുരക്ഷിതനാണെന്ന തോന്നൽ കുട്ടിക്കുണ്ടാകണമെന്ന് ചുരുക്കം. അടുത്ത ഘട്ടം ലവ് ആൻഡ് ബിലോങ്ങിങ്, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി ആൻഡ് സോഷ്യൽ ഇൻറ്റിമസി. സ്നേഹവും പരിഗണനയും. സോഷ്യൽ നീഡ്സാണ്. മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള ആഗ്രഹം. സൗഹൃദം, കുടുംബം, കൂട്ടായ്മകൾ എന്നിവ ഇതിൽപ്പെടുന്നു. അധ്യാപകരും സഹപാഠികളും തന്നെ പരിഗണിക്കുന്നു എന്ന തോന്നൽ കുട്ടിയുടെ പഠനത്തെ സഹായിക്കും. ഇതിൽ അധ്യാപകരുടെ പരിഗണന വളരെ വലുതാണ്. അധ്യാപകൻ ഒരു കുട്ടിയെ പേരെടുത്ത് വിളിക്കുന്നതും ക്ലാസ്സിലെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നതും കുട്ടിക്ക് ഈ ഘട്ടത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അടുത്തത് എസ്റ്റീം നീഡ്സ് ആണ്. സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ്, അച്ചീവ്മെൻറ്റ് ആൻഡ് റെസ്പെക്ട് ബൈ അതേഴ്സ്. ആത്മവിശ്വാസവും അംഗീകാരവും. ആത്മാഭിമാനം, മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനം, പദവി, വിജയം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കുട്ടിയുടെ കഴിവുകളെ അഭിനന്ദിക്കുമ്പോൾ അവരിൽ പഠിക്കാൻ താൽപ്പര്യം ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് ക്ലാസ്സിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അധ്യാപകൻ നൽകുന്ന വെരി ഗുഡ് എന്ന അഭിനന്ദനം കുട്ടിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അടുത്തത് സെൽഫ് ആക്ച്വലൈസേഷൻ, ദ പീക്ക്. അച്ചീവിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ ആൻഡ് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ആത്മസാക്ഷാത്കാരം. ഇതാണ് ഏറ്റവും ഉയർന്ന ഘട്ടം. ഒരാളുടെ ഉള്ളിലെ കഴിവുകളെ പൂർണ്ണമായി പുറത്തെടുത്ത് താൻ ആകാൻ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്വന്തം കഴിവിൻ്റെ പരമാവധിയിൽ എത്താൻ കുട്ടി ശ്രമിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഒരു ചിത്രകാരൻ പ്രശസ്തിക്കോ പണത്തിനോ വേണ്ടിയല്ലാതെ തൻ്റെ മനസ്സിലെ ആശയങ്ങൾ പൂർണ്ണരൂപത്തിൽ ക്യാൻവാസിൽ പകർത്തുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. തൻ്റെ സർഗാത്മകതയുടെ പരമാവധിയിൽ അദ്ദേഹം എത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ തനിക്ക് എന്താകാൻ കഴിയുമോ അതായിത്തീരുക എന്നതാണ് ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഷോർട്ട് വീഡിയോയിൽ കാണാം.